Next classification is flexible and rigid constitution. എന്തായിരിക്കാം flexible? Easy to amend. What is mean by amendment? Exactly, making changes to the constitution. പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ടാകാം, ഉള്ള കാര്യങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ടാകാം, ഉള്ള പ്രൊവിഷന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയാകാം. എന്ത് മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിലും അഡീഷൻ ആയിക്കോട്ടെ, റിപ്പീൽ ആയിക്കോട്ടെ, അൾട്ടറേഷൻ ആയിക്കോട്ടെ, വി ക്യാൻ കോൾ ഇറ്റ് ആസ് അമെൻമെൻറ്റ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പോൾ അത് എന്ത് തന്നെയായിരിക്കും? ഈസിലി അല്ലെങ്കിൽ എളുപ്പത്തിൽ അമെൻഡ് ചെയ്യാൻ സാധിക്കും. എക്സാമ്പിൾ, അവരുടെ പാർലമെൻറ്റിനകത്ത് ഒരു സാധാ ബില്ല് അല്ലെങ്കിൽ ഒരു സാധാരണ നിയമം കൊണ്ടുവരുന്ന ലാഘവത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ഭരണഘടന അമെൻഡ് ചെയ്യാൻ സാധിക്കുന്നു. അതിൻ്റെ അർത്ഥം, ഓക്കെ, പാർലമെൻറ്റിനകത്ത് ഒരു ബില്ല് എങ്ങനെ പാസ്സാകുന്നു? ഒരു 500 പേരുണ്ടെങ്കിൽ 250+1 ആൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഭൂരിപക്ഷം കിട്ടുകയാൽ ബിൽ എന്തായി മാറുന്നു? പാസ്സായി മാറുന്നു. നമ്മളതിനെ സിമ്പിൾ മെജോറിറ്റി എന്ന് പറയും. നമ്മൾ ഭാവിയിൽ പഠിക്കുന്നതാണ്, പേടിക്കേണ്ട കാര്യമില്ല. സോ ഏറ്റവും കൂടുതൽ ആൾക്കാർ സിമ്പിൾ മെജോറിറ്റി സപ്പോർട്ട് ചെയ്യാൻ ബിൽ എന്തായി മാറുന്നതായിരിക്കും? പാസ്സാവുന്നതായിരിക്കും. അതേ ലാഘവത്തിൽ അവർക്ക് എന്തും ചെയ്യാൻ സാധ്യമാണ്? ഒരു ഭരണഘടന അമെൻഡ് ചെയ്യാൻ സാധ്യമായിരിക്കും. അതിൻ്റെ അർത്ഥം പ്രത്യേക പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. പറയാൻ കാരണം, ഇന്ത്യയിൽ ഭരണഘടന അമെൻഡ് ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക പ്രൊസീജിയർ ഉണ്ട്. അത് പ്രകാരം എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ഭേദഗതി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അമേരിക്കയിൽ പ്രത്യേക പ്രൊസീജിയർ ഉണ്ട്, ജപ്പാനിൽ വേറെ പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തായിരിക്കും? റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും. സോ ഫ്ലെക്സിബിൾ മീൻസ് ആ ഭരണഘടന എളുപ്പത്തിൽ ഭേദഗതി ചെയ്യാൻ സാധ്യമാണ്. നമ്മുടെ പ്യുവർലി റിജിഡുമല്ല, പ്യുവർലി ഫ്ലെക്സിബിളുമല്ല, രണ്ടിൻ്റെയും ഒരു മിക്സാണ്. എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഫ്ലെക്സിബിൾ മീൻസ് ഒരു സാധാരണ നിയമം കൊണ്ടുവരുന്നത് പോലെ എന്ത് ചെയ്യാൻ സാധ്യമാണ്? നിയമം വേറെ, ഭരണഘടന വേറെ. അതിൽ വ്യത്യാസം അറിയാലോ അല്ലേ? ഭരണഘടന മീൻസ് നമ്മുടെ അടിസ്ഥാന നിയമമാണ്, നമ്മുടെ ബേസിക് ലോ ബുക്കാണ്. അതിൽ വെച്ചുകൊണ്ട് നമുക്ക് പുതിയ നിയമങ്ങൾ എന്ത് ചെയ്യാൻ സാധ്യമാണ്? ക്രിയേറ്റ് ചെയ്യാൻ സാധ്യമാണ്. ആര് ക്രിയേറ്റ് ചെയ്യുന്നു? പാർലമെൻറ്റോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറോ ക്രിയേറ്റ് ചെയ്യുന്നു. ഭരണഘടന ഓരോരോ സർക്കാരുകൾക്കും കൊടുത്തിരിക്കുന്ന അധികാരപരിധിക്കകത്ത് നിന്നുകൊണ്ട് എന്ത് സാധ്യമാണ്? നിയമനിർമ്മാണം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും സാധ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഭരണഘടന പറയുന്നു ഡിഫൻസ് ആരുടെ മേഖലയാണെന്ന് പറയുന്നു? കേന്ദ്രമാണെന്ന് പറയുന്നു. അപ്പം അവിടെ നമ്മുടെ അസംബ്ലി ലോ മേയ്ക്കാൻ സാധ്യമാണോ? സാധ്യമല്ല. ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ. ബട്ട് പോലീസ് സ്റ്റേറ്റിൻ്റെ ആണെന്ന് പറയുന്നു, അവിടെ കേരള ക്യാൻ മേക്ക് ലോസ്. സോ ഭരണഘടന മീൻസ് വാട്ട്? എ ബേസിക് ലോ ബുക്കാണ്. നിങ്ങൾക്ക് ഇന്നതൊക്കെ ചെയ്യാം, ഇന്നതൊക്കെ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എന്ത് വേണമെങ്കിലും അധികാരത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധ്യമാണ്. ഡിപ്പെൻസ്. അത് ഓരോരോ ഭരണഘടനയും അവരെന്ത് തീരുമാനിക്കുന്നു, ദേ ക്യാൻ ഫോളോ ദെയർ ഓൺ പ്രൊസീജിയർ. ഇന്ത്യൻ മെക്കാനിസം അല്ല ശ്രീലങ്കയിൽ, അതായിരിക്കണമെന്നില്ല നേപ്പാളിൽ. ദേ ആർ ഹാവിങ് ദെയർ ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻസ്. ബട്ട് പൊതുവേ ഫ്ലെക്സിബിൾ മീൻസ് എന്ത് തന്നെയാണ്? അത് എളുപ്പത്തിൽ കേവല ഭൂരിപക്ഷം വഴി എന്ത് ചെയ്യാവുന്നതാണ്? ഒരു സിമ്പിൾ മെജോറിറ്റി വഴി അമെൻഡ് ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് നോട്ട് ദി കേസ് ഇൻ ദിസ് കേസ് ഓഫ് എ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. തെറ്റിദ്ധരിക്കരുത്, റിജിഡ് എന്ന് പറയുമ്പോൾ അമെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഇറ്റ് ഈസ് പോസിബിൾ, ബട്ട് മെക്കാനിസം എന്താണ്? ഡിഫിക്കൾട്ടാണ് എന്ന് മാത്രം. ബട്ട് സ്റ്റിൽ പോസിബിൾ. അവരുടെ ഭരണഘടനാ പ്രകാരം അമെൻഡ് ചെയ്യാൻ സാധ്യമാണ്, ബട്ട് ബുദ്ധിമുട്ടാണ് എന്ന് മാത്രം. വൈ? അതിന് പ്രത്യേക പ്രൊസീജിയർ ഫോളോ ചെയ്യണം. ക്ലിയർ? ഞാൻ ഒരു 3 എക്സാമ്പിൾസ് പറയാം. ഇന്ത്യയുടെ കേസ് എടുത്തോ. സാധാരണ ബില്ല് പാസ്സാക്കുന്നത് സിമ്പിൾ മെജോറിറ്റി വഴിയാണ് എന്ന് പറയുമ്പോൾ, അസ്യൂം ലോക്സഭയ്ക്കകത്ത് അന്നൊരു 200 പേര് പ്രസൻ്റായി വോട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. നമുക്ക് എത്ര ലോക്സഭാ അംഗങ്ങളുണ്ട്? 543. അത്രയും ആൾക്കാരുണ്ട്. പക്ഷെ ആ ബില്ല് പാസ്സാക്കുന്ന സമയത്ത് ലോക്സഭയിൽ 200 പേരെ വന്നുള്ളൂ. 200 പേരെ വോട്ട് രേഖപ്പെടുത്തിയുള്ളൂ എങ്കിൽ ആ ബില്ല് പാസ്സാക്കാൻ
101 പേരെ സപ്പോർട്ട് മാത്രം മതി. ക്ലിയർ? ഇപ്പോൾ ആ ബില്ല് പാസ്സാക്കുന്ന ദിവസം ലോക്സഭയിൽ ഒരു 100 പേരെ വന്നുള്ളൂ എന്ന് വിചാരിക്കുക, 100 പേരെ വോട്ട് ചെയ്തുള്ളൂ എന്ന് വിചാരിക്കുക, എങ്കിൽ 51 പേര് എന്ത് ചെയ്താലും മതി, അതിനെ അനുകൂലിച്ചാൽ മതി. ദിസ് ഈസ് വാട്ട് മീൻ ബൈ സിമ്പിൾ മെജോറിറ്റി. ഇത് ഈസിലി പോസിബിൾ ആണ്. 100 പേര് പോയാൽ മതി, 51 പേര് കൈവയ്ക്കാൻ മതി. നമുക്ക് എന്ത് കിട്ടി? ഒരു പുതിയ നിയമം കിട്ടി. ഇങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അമെൻഡ് ചെയ്യാൻ സാധ്യമല്ല. അതിന് 2/3 ആൾക്കാരുടെ സപ്പോർട്ട് വേണം. ക്ലിയർ? മോർ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട്. ഇതിപ്പോൾ നോട്ട് ചെയ്യേണ്ട, നമ്മൾ മൊഡ്യൂൾ 4-ൽ വൃത്തിക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. നത്തിങ് ബട്ട് സിമ്പിൾ മെജോറിറ്റി മീൻസ് കുറച്ച് എം പിമാരുടെ സപ്പോർട്ട് മതി. സ്പെഷ്യൽ മെജോറിറ്റി മീൻസ് സപ്പോർട്ട് ഓഫ് മോർ നമ്പർ ഓഫ് എം പിസ് ഈസ് റിക്വയർഡ്. ഇതാണ് സിമ്പിൾ ആൻഡ് സ്പെഷ്യൽ മെജോറിറ്റി. അപ്പോൾ നമ്മുടെ ഭരണഘടന അമെൻഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ സ്പെഷ്യൽ മെജോറിറ്റി വേണം. ക്ലിയർ? ഇതിനു പുറമെ ചില പ്രൊവിഷൻസ് മാത്രം അമെൻഡ് ചെയ്യണമെങ്കിൽ, എല്ലാ പ്രൊവിഷൻസുമല്ല, ചില പ്രൊവിഷൻസ് മാത്രം അമെൻഡ് ചെയ്യണമെങ്കിൽ പകുതിയോളം സംസ്ഥാനങ്ങളുടെയും സപ്പോർട്ട് ആവശ്യമാണ്. ഇതെന്തല്ല? ഈസിലി പോസിബിൾ അല്ല. ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് ദാറ്റ്, നിങ്ങൾ GST കേട്ടിട്ടുണ്ടോ? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇത് കൊണ്ടുവന്നത് 101ാമത്തെ ഭരണഘടനാ ഭേദഗതി ആയിരുന്നു. ഇത് പ്രകാരം ആ ഭേദഗതി യാഥാർത്ഥ്യമാകണമെങ്കിൽ ആദ്യം കേന്ദ്രം, അതായത് ലോക്സഭയും രാജ്യസഭയും സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കിയതിനു ശേഷം ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ 14 സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? അതിനെ സപ്പോർട്ട് ചെയ്യണമായിരുന്നു. അത് ചെയ്തതുകൊണ്ട് മാത്രമാണ് GST നടപ്പിലായത്. ദിസ് ഈസ് വാട്ട് മീൻ ബൈ എ സ്പെഷ്യൽ പ്രൊസീജിയർ ഇസ് റിക്വയർഡ്. യാ, നൈസ് ക്വസ്റ്റ്യൻ. അഗെയിൻ ഞാൻ പറഞ്ഞു, എല്ലാ പ്രൊവിഷനും ഇത് ആവശ്യമില്ല. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അധികാരങ്ങൾക്ക് വ്യത്യാസം വരികയാണെങ്കിൽ ഒരു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലാണ് മാറ്റം വരുത്താൻ പോകുന്നത്. അങ്ങനെയല്ല, ഒരു കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും കൺകറൻറ്റും പറയാൻ സാധിക്കും. ഒരു ഭേദഗതി വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ഡിഫൻസ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ അധികാരപരിധിയല്ലേ? ഡൗട്ടില്ലല്ലോ. ഇൻ കേസ് നാളെ ഭാവിയിൽ അമെൻഡ് ചെയ്യാൻ പോവുകയാണ്, ഡിഫൻസ് എന്ന മേഖലയിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യ അധികാരമുണ്ട് എന്ന് നാളെ മാറ്റം വരുത്താൻ പോവുകയാണ് എങ്കിൽ ഇതെന്തിനെ ബാധിക്കുന്നു? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ ബാധിക്കുന്നു. അത്തരം ഭേദഗതി യാഥാർത്ഥ്യമാകണമെങ്കിൽ എന്ത് വേണം? പകുതിയോളം സംസ്ഥാനങ്ങളും സപ്പോർട്ട് ചെയ്യണം. ഈ GST എന്തായിരുന്നു? കേന്ദ്ര സംസ്ഥാന ഫിനാൻഷ്യൽ ബന്ധങ്ങളെ ബാധിക്കുന്ന കാര്യമായിരുന്നു, അല്ലേ? കാരണം എന്താണ്? മുമ്പ് പല ടാക്സുകളും കേന്ദ്രം ഈടാക്കുന്നു, പല ടാക്സുകളും സംസ്ഥാനം ഈടാക്കുന്നു. ഇതിന് യൂണിഫോമിറ്റി കൊണ്ടുവന്നാണ് എന്ത്? GST എന്ന് പറയുന്നത്. ദിസ് അഫക്ട്സ് ദി സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻസ്. സോ കേന്ദ്ര സംസ്ഥാന ധനകാര്യ മേഖലയിൽ മാറ്റം വരുന്നത് കൊണ്ട് തന്നെ ആരുടെയും സപ്പോർട്ട് ആവശ്യമായിരുന്നു? സംസ്ഥാനങ്ങളുടെയും സപ്പോർട്ട് ആവശ്യമായിരുന്നു. മെക്കാനിസം ഈസിയാണോ? അല്ല, ടഫാണ്. ദിസ് ഈസ് വാട്ട് മീൻ ബൈ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ഒരു ഭരണഘടന ഭേദഗതി ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. മിക്സ്ഡ് ആണെന്ന് പറയാൻ കാരണം നമ്മൾ അമേരിക്കയുടെ അത്രയും റിജിഡ് അല്ല, എന്നാൽ UK-ൻ്റെ അത്രയും ഫ്ലെക്സിബിൾ അല്ല. അത് ഞാൻ പറയാം. ഇതിൽ എനി ഡൗട്ട്സ്? നമ്മൾ ഈ അമെൻമെൻറ്റ് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പഠിക്കുന്നതായിരിക്കും കേട്ടോ, പേടിക്കണ്ട. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക, നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്യണമെങ്കിൽ ഒരു സ്പെഷ്യൽ പ്രൊസീജിയർ ഉണ്ട്. ചില കേസുകളിൽ മാത്രം സംസ്ഥാനങ്ങളുടെ സപ്പോർട്ടും ആവശ്യമാണ്. ഇറ്റ് ഈസ് നോട്ട് ഈസിലി പോസിബിൾ. ക്ലിയർ? ദാറ്റ്സ് വൈ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ബട്ട് അഗെയിൻ ഡിഫറൻസ് ഒന്ന് ഞാൻ പറയാം. സി, ലെറ്റ്സ് ലേൺ അബൌട്ട് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അമേരിക്ക എങ്ങനെ അവരുടെ ഭരണഘടന അമെൻഡ് ചെയ്യുന്നു? അമേരിക്കൻ പാർലമെൻറ്റിൻ്റെ പേരെന്താണ്? യെസ്, അമേരിക്കൻ പാർലമെൻറ്റിൻ്റെ പേരാണ് കോൺഗ്രസ്. കോൺഗ്രസിൽ 2 സഭകളുണ്ട്.
ഇന്ത്യയിൽ ലോക്സഭ രാജ്യസഭ പോലെ തന്നെ അവിടെയും എന്തുണ്ട്? 2 സഭകളുണ്ട്. ആർക്കെങ്കിലും പേരറിയാവോ? വൺ ഈസ് സെനറ്റ്, വൺ ഈസ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്. ഓക്കെ, അമേരിക്കൻ പാർലമെൻറ്റിൻ്റെ പേരാണ് കോൺഗ്രസ്. 2 സഭകളുണ്ട് നമ്മുടെ ലോക്സഭ രാജ്യസഭ പോലെ തന്നെ. ഒരു സഭയുടെ പേരാണ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്, മറ്റേതാണ് സെനറ്റ്. ക്ലിയർ? സോ അമേരിക്കൻ ഭരണഘടന അമെൻഡ് ചെയ്യണമെങ്കിൽ അവിടെ കോൺഗ്രസിൽ 2 സഭകളും ആദ്യം 2/3 ഭൂരിപക്ഷത്തിൽ പാസ്സാക്കണം. സിമ്പിൾ മെജോറിറ്റി അല്ല, 2/3 മെജോറിറ്റിയാണ്. അതിൻ്റെ അർത്ഥം 67% ആൾക്കാർ എന്ത് ചെയ്യണം? ആ ബില്ലിനെ അനുകൂലിച്ചിരിക്കണം. അതിനുശേഷം ആ ഭേദഗതി അമേരിക്കയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും അയച്ചു കൊടുക്കുന്നതായിരിക്കും. ക്ലിയർ? ആഫ്റ്റർ ദിസ് ബോത്ത് ദി ഹൗസസ് പാസ് ദി അമെൻമെൻറ്റ് ബൈ യൂസിങ് എ 2/3 majority, ദി അമെൻമെൻറ്റ് ബിൽ ഈസ് സെൻഡ് ടു ഓൾ ദി സ്റ്റേറ്റ്സ്. എത്ര സംസ്ഥാനങ്ങളുണ്ട് അമേരിക്കയിൽ? 50 സംസ്ഥാനങ്ങളുണ്ട്. ഓക്കെ, ആ 50 സംസ്ഥാനങ്ങളിൽ 3/4 സംസ്ഥാനങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യണം. ഇന്ത്യയിൽ എത്രയായിരുന്നു? ഇന്ത്യയിൽ പകുതി മതി, ഹാഫ് അല്ലേ? അമേരിക്കയിൽ അങ്ങനെയല്ല, 75% സ്റ്റേറ്റുകൾ എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് 50-ൽ 38 സംസ്ഥാനങ്ങൾ സപ്പോർട്ട് ചെയ്താലേ എന്ത് വരികയുള്ളൂ? ആ ഭേദഗതി വാലിഡ് ആവുകയുള്ളൂ. നമ്മളെക്കാളും എന്താണ്? ടഫാണ്. ദ ബെസ്റ്റ് ഡാറ്റ ഈസ് 1789 വന്ന അമേരിക്കൻ ഭരണഘടന 230 വർഷമായിട്ടും ജസ്റ്റ് അമെൻഡഡ് 27 times. ക്ലിയർ? 1789 അമേരിക്കൻ ഭരണഘടന 200 വർഷങ്ങൾ കഴിഞ്ഞിട്ടും 230ഓളം വർഷങ്ങൾ കഴിഞ്ഞിട്ടും 27 തവണ എന്ത് ചെയ്തിട്ടുള്ളൂ? ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ട് 11,000 തവണ പ്രൊപ്പോസൽ വന്നിരുന്നു. ബട്ട് 27 എന്തായിട്ടുള്ളൂ? അമെൻമെൻ്റ് ആയിട്ട് പാസ്സായിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ദിസ് ഈസ് റിജിഡ് വെൻ കമ്പയറിംഗ് ടു ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്ന് കരുതി അമെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ സാധിക്കുമോ? ഇറ്റ് ഈസ് പോസിബിൾ ടു അമെൻഡ്, ബട്ട് മെക്കാനിസം എന്താണ്? ഡിഫിക്കൽട്ടാണ്. എന്തുകൊണ്ട് ഡിഫിക്കൽട്ടായി? ആദ്യം 2 സഭകളും 2/3 പാസ്സാക്കിയതിനു ശേഷം 75% സംസ്ഥാനങ്ങളും എന്ത് ചെയ്യണം? അതിനെ സപ്പോർട്ട് ചെയ്യണം. മീൻസ് കറൻ്റ്ലി 50-ൽ 38 സംസ്ഥാനങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇന്ത്യയിലാണെങ്കിലോ 28-ൽ പകുതി മതി. പകുതി എന്ത് ചെയ്താൽ മതി? സപ്പോർട്ട് ചെയ്താൽ മതി. യെസ്, ബിക്കോസ് ഓഫ് ദിസ് ഈവൻ ആഫ്റ്റർ 230 years ഇറ്റ് വാസ് അമെൻഡഡ് ജസ്റ്റ് 27 times. നമ്മുടെയോ 70 വർഷം കൊണ്ട് 106 വട്ടം അമെൻഡ് ചെയ്തു. ഇതാണ് കമ്പാരിസൺ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഓഫ് അതർ കോൺസ്റ്റിറ്റ്യൂഷൻസ് പാർട്ട് ഓഫ് അവർ UPSC സിലബസ്. നമ്മൾ ചില പ്രാവശ്യം ഇന്ത്യയുമായിട്ടും മറ്റ് രാജ്യങ്ങളുമായിട്ടും കമ്പയർ ചെയ്യുന്നതായിരിക്കും. ക്ലിയർ? അല്ലെങ്കിൽ വൺ മോർ എക്സാമ്പിൾ, ഇതൊന്നും ബുക്കിലില്ലാത്ത കാര്യങ്ങളാണ്. ജപ്പാനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ജപ്പാൻ പാർലമെൻറ്റിൻ്റെ പേരെന്താണ്? യെസ്, ഡയറ്റ്. അമേരിക്കൻ പാർലമെൻറ്റിൻ്റെ പേരോ? നേരത്തെ പറഞ്ഞു, കോൺഗ്രസ്. ഈ ഡയറ്റിലും എന്തുണ്ട്? 2 സഭകളുണ്ട്. വൺ ഈസ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്, നെക്സ്റ്റ് വൺ ഈസ് ഹൗസ് ഓഫ് കൗൺസിലേഴ്സ്. ഇതാണ് ജപ്പാനിലെ പാർലമെൻറ്റിലെ 2 ഹൗസുകളുടെ പേര്. ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്, ഹൗസ് ഓഫ് കൗൺസിലേഴ്സ്. ഇവിടെ എങ്ങനെ അമെൻഡ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ റിക്വയർഡ് ഭേദഗതി അമേരിക്കയിലെ പോലെ തന്നെ 2 സഭകളും 2/3 മെജോറിറ്റിയിൽ പാസ്സാക്കണം. ജപ്പാൻ ഒരു ഫെഡറൽ രാജ്യം അല്ല. ദാറ്റ് മീൻസ് അവിടെ ആരില്ല? സംസ്ഥാന സർക്കാരുകൾ ഇല്ല. സോ ദേ ആർ ഹാവിങ് എ ഡിഫറെൻറ്റ് മെക്കാനിസം. 2 സഭകളും 2/3 പാസ്സാക്കിയതിന് ശേഷം they send this bill for public referendum. REFERENDUM. ഈ ടേം കേട്ടിട്ടുണ്ടോ? Then tell me what is referendum?
ആരും പേടിക്കണ്ട, നമുക്കെല്ലാം പഠിച്ചു പോവാം. ഈ മലയാളം ടേം അറിഞ്ഞൂടാ. എക്സ്പ്ലെയിൻ. എക്സാക്ട്ലി. റെഫറൻഡം മീൻസ് ഒരു പ്രൊപ്പോസ് ചെയ്യപ്പെട്ട ലെജിസ്ലേഷൻ അവസാനം വോട്ട് ചെയ്യുന്ന ആരായിരിക്കും? ആ നാട്ടിലെ ജനങ്ങളായിരിക്കും. നമ്മൾ ഏതെങ്കിലും ബിൽ ഇന്ത്യയിൽ വോട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, വോട്ട് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ഭരണഘടന അത് അനുവദിക്കുന്നില്ല. ചില ഭരണഘടനാസ് പെർമിറ്റിംഗ് ദെയർ സിറ്റിസൺസ് ടു വോട്ട് ഫോർ എ പ്രൊപ്പോസ്ഡ് ലെജിസ്ലേഷൻ. ജനങ്ങൾ മീൻസ് വോട്ടവകാശമുള്ള പ്രായപൂർത്തി ആൾക്കാരൊക്കെ, എല്ലാവർക്കും സാധ്യമല്ല, ഓൺലി ഫോർ എലിജിബിൾ വോട്ടേഴ്സ്. വി കോൾ ഇറ്റ് ആസ് റെഫറൻഡം. അപ്പം എന്ത് സംഭവിക്കുന്നു? ജപ്പാൻ ഡയറ്റിലെ 2 സഭകളും പാസ്സാക്കിയ ബില്ല് ജപ്പാനിലെ എലിജിബിൾ വോട്ടേഴ്സ് എന്ത് ചെയ്യുന്നതായിരിക്കും? വോട്ട് രേഖപ്പെടുത്തുന്നതായിരിക്കും. ഞാനും നിങ്ങളും പോലെ സാധാരണ ജനങ്ങൾ ആ ബില്ലിന് വോട്ട് രേഖപ്പെടുത്തുന്നതായിരിക്കും. ആ വോട്ട് സിമ്പിൾ മെജോറിറ്റി കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു 10 ലക്ഷം ജപ്പാനീസ് ജനതകൾ വോട്ട് ചെയ്യുന്നു. വോട്ട് ചെയ്തവരുടെ മെജോറിറ്റിയാണ്, ജനങ്ങളുടെ അല്ല, വോട്ട് ചെയ്തവരുടെ മെജോറിറ്റി. സോ ഒരുപക്ഷെ ഒരു 15 ലക്ഷം ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. 10 ലക്ഷം പേരെ വോട്ട് രേഖപ്പെടുത്തിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ 10 ലക്ഷം ബൈ 2+1, അതാണ് സിമ്പിൾ മെജോറിറ്റി. അത് കിട്ടുകയാണെങ്കിൽ ജപ്പാൻ ഭരണഘടന അമെൻഡ് ചെയ്യാവുന്നതാണ്. ക്ലിയർ? 947 വന്ന ഇപ്പോഴത്തെ ജപ്പാനീസ് ഭരണഘടന ഇതുവരെ അമെൻഡ് ചെയ്തിട്ടില്ല. ഷോയിങ് ദി റിജിഡിറ്റി ഓഫ് ജപ്പാനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഐ റിപ്പീറ്റ് വൺസ് അഗൈൻ. 947 വന്ന ജപ്പാനീസ് ഭരണഘടന, അതായത് പുതിയ ഭരണഘടന, ഇതുവരെ അമെൻഡ് ചെയ്യപ്പെട്ടിട്ടില്ല. എന്ന് കരുതി അമെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടോ? ഒരിക്കലും. വൈ? ഇറ്റ് ഈസ് പോസിബിൾ ടു അമെൻഡ്, ബട്ട് മെക്കാനിസം ഈസ് ഡിഫിക്കൾട്ട്. പ്രൊപ്പോസൽ വന്നിട്ടുണ്ട്, ആ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. പ്രൊപ്പോസൽസ് ആർ ദർ, ബട്ട് ഈ പ്രൊസീജിയർ ഫൈനൽ എന്ത് ചെയ്തിട്ടില്ല? കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ദിസ് ഈസ് ഹൗ വേരിയസ് അമെൻമെൻറ്റ്സ് ആർ ബീങ് ഡൺ. അപ്പോൾ സി, UK എന്താണ്? റിലേറ്റീവ്ലി ഫ്ലെക്സിബിൾ ആണ്, ആണല്ലോ. ഇന്ത്യ കുറച്ചും കൂടി റിജിഡാണ്. USA പിന്നെ റിജിഡാണ്. ജപ്പാൻ അത്യാവശ്യം നല്ല റിജിഡാണ്. പക്ഷെ നമുക്ക് ഇന്ത്യനെ വേണമെങ്കിൽ പാർഷ്യൽ റിജിഡ് എന്ന് പറയാൻ സാധിക്കും.